വേൾഡ് എക്സ്പോ 2030 ആതിഥേയത്വം വഹിക്കുന്ന സൗദി അറേബ്യ ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. 2030 ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെ നടക്കുന്ന എക്സ്പോയിൽ 193 രാജ്യങ്ങൾ പങ്കെടുക്കും. 4 കോടി സന്ദർശകരെത്തുമെന്ന് കരുതുന്ന പരിപാടി വഴി $64 ബില്യൺ വരുമാനമാണ് സൗദി പ്രതീക്ഷിക്കുന്നത്. വിശദമായി തന്നെ പരിശോധിക്കാം. വിഷ്ണുദത്ത് ചേരുന്നുണ്ട്. വിഷ്ണു, ഇത് ഏത് രീതിയിലാണ് ഈ 2030 എക്സ്പോ ക്രമീകരിച്ചിരിക്കുന്നത്? ആർക്കൊക്കെയായിരിക്കും അവസരങ്ങൾ ഉണ്ടാവുക? വിശദീകരിക്കും. ഏറെ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് 2030 എക്സ്പോ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. കൃത്യമായി പറഞ്ഞാൽ 5 വർഷം കൂടുമ്പോഴാണ് വേൾഡ് എക്സ്പോ നടക്കുക. അവസാനമായി നടന്നത് 2020 അത് ദുബായിലായിരുന്നു. പിന്നീട് ഇപ്പോൾ അടുത്ത 2025 എക്സ്പോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജപ്പാനിലാണ്. 2030 എത്തുമ്പോൾ അത് റിയാദിൽ വരുന്നത് അടുത്ത തുടർച്ചയായി അല്ലെങ്കിൽ ഒറ്റൊരു ഇടവേളയിൽ വീണ്ടും ഗൾഫ് രാജ്യത്തേക്ക് ഒരു എക്സ്പോ വരുന്നു എന്നൊരു പ്രത്യേകത അതിനുണ്ട്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ലോകകപ്പ് ഫുട്ബോൾ അടക്കം സൗദിയിലേക്ക് വരാനിരിക്കുകയാണ്. അത്തരത്തിൽ ഒരുപാട് പരിപാടികൾ നടക്കുന്നത് സൗദിയെ സംബന്ധിച്ചേറെ നേട്ടമാണ്. ഏതായാലും എക്സ്പോ 2030 പറ്റി വിശദമായി നോക്കുന്ന സമയത്ത് തീയതി 2030 ഒക്ടോബർ 1 മുതൽ 2031 മാർച്ച് 31 വരെയാണ് തീയതി ഏതാണ്ട് തീരുമാനിച്ചിരിക്കുന്നത്. അത് എക്സ്പോയുടെ തീം എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ നാളെയുടെ പ്രതീക്ഷ, ഫോർസൈറ്റ് ഫോർ ടുമോറോ എന്ന തീമിലാണ് എക്സ്പോ നടക്കാനിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്ന 193 രാജ്യങ്ങളിൽ നിന്ന് 4 കോടി സന്ദർശകരെയാണ് എക്സ്പോയിലേക്ക് പ്രതീക്ഷിക്കുന്നത്. $64 ബില്യൺ വരുമാനവുമായി പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിൽ കൃത്യമായ കണക്കുകൂട്ടലോടെയാണ് എക്സ്പോ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വേദി റിയാദ് എയർപോർട്ടിന് സമീപം ഏതാണ്ട് 60 ലക്ഷം ചതുരശ്ര മീറ്റർ ചുറ്റളവിലാണ് ഇതിനുള്ള വേദി സജ്ജീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ വലിയ പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെ ഒരു വേദി ഒരുക്കിയെന്ന മറ്റൊരു പ്രത്യേകതയാണ്. എക്സ്പോ 2030 റിയാദ് കമ്പനിക്കാണ് ഇതിൻ്റെ ചുമതല. മറ്റു കാര്യങ്ങൾ സംഘാടനവും മറ്റു ചുമതലകളെല്ലാം ഏൽപ്പിച്ചിരിക്കുന്ന ഈ കമ്പനിയെയാണ്. പിന്നീട് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് വരുമ്പോൾ നിർമ്മാണം നടക്കുക 3 ഘട്ടങ്ങളായിരിക്കും. അത്തരത്തിലുള്ള പണികൾ ഈ വർഷം ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. അതിൻ്റെ 3 ഘട്ട പണികളിലെ ആദ്യഘട്ടം ഈ വർഷം ആരംഭിക്കും. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ 14 കമ്പനികളെയാണ് കരാർ ഏൽപ്പിച്ചിരിക്കുന്നത്. കൃത്യമായി ഈ പണിക്കുള്ള കരാർ 14 കമ്പനികളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൽ തന്നെ പറയുമ്പോൾ ഭൂരിഭാഗം കമ്പനിയും സൗദി കമ്പനികളാണ്. സൗദിയിൽ നിന്നുള്ള കമ്പനികൾ തന്നെയാണ് അതിൽ ഭൂരിഭാഗവും വരുന്നത്. അവസരങ്ങൾ ഏറ്റവും പ്രധാനമായി എക്സ്പോ പ്രതീക്ഷ നൽകുന്നത് ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങളാണ്. ഏകദേശം 1.171 ലക്ഷം തൊഴിലവസരങ്ങൾ നൽകുന്നു എന്നത് അതിൻ്റെ പ്രത്യേകത. വിവിധ മേഖലകളിലാണ്. ഏതൊക്കെ മേഖലയാണെന്ന് നോക്കാം. നിർമ്മാണം, ടൂറിസം, ലോജിസ്റ്റിക്സ്, റിയൽ എസ്റ്റേറ്റ്, ടെക്നോളജി മേഖലകളിലാണ് അവസരങ്ങളുള്ളത്. നിരവധി അവസരങ്ങളാണ് ഇത്തരത്തിൽ എക്സ്പോയിൽ നമ്മെ കാത്തിരിക്കുന്നത്. പ്രവാസികൾക്കും അവസരം ലഭിക്കും എന്നൊരു പ്രതീക്ഷ കൂടി ഇതിനകത്തുണ്ട്. ഏതായാലും ഒരുപാട് പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് റിയാദിൻ്റെയും സൗദിയുടെയും സ്വപ്നങ്ങൾക്ക് അല്ലെങ്കിൽ വളർച്ചയ്ക്ക് ഏറെ ഉതകുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു എക്സ്പോ ക്രമീകരിച്ചിരിക്കുന്നത്. അമൃത.